നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. നമ്മുടെ വയനാട് ദുരന്തം അതികഠിനമാണ്. പിന്നെ നമ്മുടെ സഹൃദയരായ ആൾക്കാരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിനിമ മേഖലയിലുള്ള ഒത്തിരി ആൾക്കാർ കൈ അയച്ച് സംഭാവന ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രശംസനീയമാണ്. നമ്മുടെ ലാലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എല്ലാവരും മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, ചെറിയ ചെറിയ ആൾക്കാർ വരെ അവരാൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം സഹായങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ തന്നെ ചെല്ലണം. ഇല്ലെങ്കിൽ പല വഴിക്ക് പിരിഞ്ഞു പോകല്ലോ. എവിടെ പോയാലും ആൾക്കാർ ഇതിൽ മുതലെടുക്കുമല്ലോ. അതുകൊണ്ട് നേരായ മാർഗ്ഗത്തിൽ തന്നെ ചെല്ലണമെന്ന് പത്രത്തിൽ കൂടെ കാണുന്നുണ്ട്, ഫേസ്ബുക്കിലും കാണുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു പത്രവാർത്ത കണ്ടു. മനോരമയാണ് ഞാൻ വായിക്കുന്നത്. മനോരമ വായിക്കാൻ കാരണം വെച്ചാൽ ചെറുപ്പത്തിൽ അതിനുള്ള ശീലവും പിന്നെ മനോരമ വിഷൻ്റെ തപസ്യയൊക്കെയാണല്ലോ ഞാൻ സംവിധാനം ചെയ്തത്. അതിൽ മനോരമയുടെ പണ്ടേ ഒരു അതിൻ്റെ ലേഔട്ടൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ തുടർച്ചയായിട്ടും കാണുമ്പോഴത്തേക്ക് ഈയിടെ ഒന്ന് കണ്ട ഒരു വെടിക്കഥ എന്ന് പറയുന്നത് പല വെടിക്കഥകളുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഒരു വെടിവെച്ചാങ്കോലുണ്ട്. നമുക്ക് എത്ര വെടി വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 2 വെടി, 4 വെടി, 5 വെടി എന്ന് പറയുമ്പോൾ അവിടെ ടറാന്ന് വെടി വയ്ക്കും. അത് നമ്മൾ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ്. അതുപോലെ വെടിക്കഥ എന്നാണ് പലരും പറയുന്നത്. പിന്നെ വെടിക്കഥ അല്ലാത്ത രീതിയിൽ പറയുന്ന വെടിക്കഥകളുണ്ട്. സിനിമയിലാണെങ്കിൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഗൺ രാജേന്ദ്രൻ എന്നൊരാളുണ്ട്. അപ്പം നമ്മൾ സാധാരണ സിനിമയിൽ റിവോൾവർ എടുത്ത് വെടിവെക്കുമ്പോഴത്തേക്ക് ശരിക്കും പരിശോധിക്കണം. പക്ഷേ സിനിമയിൽ കാണണമെങ്കിൽ പുക വരണം. അത് റിവോൾവർ എടുത്തിട്ട് ചിങ്ങനെ വെട്ടിക്കും, ശബ്ദവും കേൾക്കും, പുകയും വരും. അല്ലാതെ ഇരുന്നെങ്കിൽ നമ്മൾ കണ്ട ഇപ്പോഴത്തെ റിവോൾവർ ഉണ്ടല്ലേ, വളരെ ചെറുതാണ്, ഡമ്മിയാണെന്ന് തോന്നിപ്പോവും, പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് തോന്നിപ്പോവും. പക്ഷേ അതല്ല, നല്ല ഒറിജിനൽ തോക്ക് തന്നെയാണ് ഗൺ രാജേന്ദ്രൻ കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഇങ്ങനെ പെല്ലറ്റിന് പകരം സിനിമയിൽ വെടിവെക്കുന്ന ഈ പുക വരണം. ഇപ്പോൾ നമ്മൾ ബൈനാക്കുലേഴ്സ് കൂടെ നോക്കുമ്പോൾ 2 ഇല്ലേ. ആക്ച്വലി ബൈനാക്കുലേഴ്സ് കൂടെ നോക്കുമ്പോൾ 2 റിങ് കാണില്ല. നമ്മൾ സിനിമ ബോധ്യപ്പെടുത്താനാണ് 2 സർക്കിളൊക്കെ ഇട്ട് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ സിനിമയിൽ ഇങ്ങനെ വെടിക്കഥകളുണ്ട്. പിന്നെ നമ്മൾ ബോംബ് സ്ഫോടനങ്ങൾ കാണിക്കാറുണ്ട്. അല്ല, സിനിമയിൽ ഗൺ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ എക്സ്പെർട്ട്. പുള്ളി ഇപ്പോഴും ഉണ്ട്, വയസ്സായി. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല അഭ്യസ്ത വിദ്യയായ ഡോക്ടർ, ഒരു പ്രതികാര കഥ. അവർ കൊല്ലത്ത് ഉള്ള ഡോക്ടറാണ്. തിരുവനന്തപുരത്തുള്ള അവരുടെ മുമ്പ് കൊല്ലത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഭാര്യയെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കഥ. സത്യത്തിൽ നമ്മൾ സാധാരണ സിനിമയിൽ ഇപ്പോൾ ഇവർ സിനിമ കഥ പോലെ എന്നാണ് പറയുന്നത്. ഞങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എടുക്കുന്നതാണ് ഞങ്ങൾ സിനിമയാക്കുന്നത്. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ട് അവർ ഓൺലൈനിലൊരു ഈ തോക്ക് വാങ്ങിച്ചു. തോക്ക് വാങ്ങിച്ചാൽ ഈ പക്ഷികളെയൊക്കെ വെടിക്കുന്ന തോക്കാണത്. ആ തോക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ പില്ലറ്റ് പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് പ്രതികാരം അതല്ല, ഇവർ കൊല്ലത്ത് അവരെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ, അദ്ദേഹം പണ്ടെന്നോ ഇവരെ പീഡിപ്പിച്ചു എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. പിന്നീട് അദ്ദേഹം സിലോണിലോ മറ്റോ പോയി. അതിനുശേഷം പുള്ളിക്കാരൻ വന്നു, വിവാഹം കഴിച്ചു. ഇവരുമായിട്ട് ഇപ്പോൾ ബന്ധങ്ങളൊന്നുമില്ല. ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ സുഖമായിട്ട് ജീവിക്കരുത് എന്ന് കരുതിയിട്ട് ഇവരുടെ പ്രതികാരം നോക്കിക്കൊള്ളണം. അവരെന്ത് ചെയ്ത് ഓൺലൈനിൽ ഒരു റിവോൾവറോ തോക്കോ എന്തോ മേടിച്ചിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർ പ്രാക്ടീസ് ചെയ്തു. അതിൽ പില്ലറ്റ് ലോഡ് ചെയ്തിട്ട് വന്നിട്ട് അവർ നേരെ രാവിലെ അവരുടെ കാറെടുത്തിട്ട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്ര 1 മണിക്കൂറുണ്ടോ ഡ്രൈവ് ചെയ്യുന്ന കൊണ്ടാണ് പറയുന്നത്. തിരിച്ചു പോയപ്പോഴങ്ങനെയാണ്. അങ്ങനെ വന്ന ശേഷം എന്തോ ഒരു കൊറിയർ ഉണ്ടെന്ന് പറയുന്നു, മുഖം മറച്ചിരിക്കുന്നു. കൊറിയർ എന്ന് പറഞ്ഞിട്ട് സാധാരണ ആ സ്ത്രീ വന്നു, കൊറിയർ ഒപ്പിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ നിറയൊഴിച്ചിരിക്കുന്നു. നിറയൊഴിച്ച് 2 നിറകൾ ബാക്ക് തെറ്റിപ്പോയി, ഉന്നം തെറ്റിപ്പോയി. കാരണം എപ്പോഴും വിഭ്രാന്തി ഉണ്ടാവില്ല. 3ാമത്തെ നിറ അവരുടെ കയ്യിൽ കൊണ്ട് രക്തം വന്നു. അപ്പോൾ അവർ ഭയന്നു പോയി. പെട്ടെന്ന് അവർ ദൂരെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ വന്ന് കയറുന്നു. ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങ വഴി കല്ലമ്പലം വരെ ഒരു നാഷണൽ ഹൈവേ കൂടെ ഭയങ്കര സ്പീഡിൽ പോയി. പിന്നെ പോലീസിനെ വെട്ടിക്കാനായിട്ട് ഊട് വഴി അവിടെ കയറിപ്പോയി. അങ്ങനെയാണ് തിരിച്ച് കൊല്ലത്തെത്തിയിട്ട് ആരും സംശയിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ ഡ്യൂട്ടിക്ക് കയറി അവർ സാധാരണ പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത പരക്കുന്നതും. നമ്മുടെ പോലീസല്ലേ, പണ്ട് ബണ്ടി ചോറിനവരെ പിടിച്ച പോലീസാണ് നമ്മുടെ കേരള പോലീസ്. എത്ര തെളിയിക്കാത്ത കേസുകൾ വരെ, ഒരു എക്സെപ്ഷൻ കേസുണ്ട് സുകുമാർ കുറുപ്പിൻ്റെ, അത് പോട്ടെ. അല്ലാതെ ഒക്കെ എല്ലാം ഇപ്പോൾ കണ്ടില്ലേ, തീർച്ചയായിട്ടും പിടിക്കപ്പെടും. എന്തിനാണ് ഇവരൊക്കെ ഈ മണ്ടത്തരം കാണിക്കുന്നത്? എൻ്റെ ഒരു സുഹൃത്ത് ആറ്റിങ്ങൽ DYSP ആയിരുന്ന ഒരു പ്രതാപൻ നായരുന്നുണ്ട്.
അദ്ദേഹം ഞാൻ അഞ്ചൽക്കാരനായതുകൊണ്ട് ഇദ്ദേഹം അഞ്ചലിനടുത്താണ് താമസം. പണ്ടേ ഞങ്ങൾ പരിചയക്കാരാണ്. അദ്ദേഹം ഞാൻ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് നമ്മുടെ അഞ്ചൽക്കാരനൊരാൾ സിനിമയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആര്യനാട് SI ആയിരുന്നപ്പോഴേ പുള്ളിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിറയൻകീഴ് പുള്ളി SI ആയി, ആറ്റിങ്ങൽ SI ആയി, ആറ്റിങ്ങൽ CI ആയി, ആറ്റിങ്ങൽ തന്നെ DYSP ആയി. നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചില കേസ് ഡയറികൾ പുള്ളി പറയും. തീർത്തും കിട്ടില്ല എന്ന് പറയുന്ന സംഭവം വരെ പുള്ളിക്കാരനത് എങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ സമർത്ഥരായ ഒത്തിരി പോലീസുകാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, ശ്ലാഘനീയമാണ്. അതുവരെ കാരണം അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാട്ടിലാണ് ഈ മണ്ടൻ ഡോക്ടർ, ലേഡി ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പറന്നു പോയി എന്താണ് ഗുണമെന്ന് പറഞ്ഞു. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഇവർക്ക് നല്ല ജീവിതം കിട്ടുമോ? ഇത്രയും കാലം ഇവർ പഠിച്ച ആ ഡോക്ടറേറ്റ് ഡിഗ്രി എന്തിനാണ്? ഇനി ശിഷ്ടകാലം എന്താണ്? ഇനി മനോവേദ, പോലീസ് ശിക്ഷിച്ച്, കോടതി ശിക്ഷിച്ച് അവരുടെ ജീവിതം ഒരുപാട് നമ്മുടെ ഭാഷ പറയുന്നത് കോഞ്ഞാട്ടയായില്ലേ? അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഈയിടെ ഞങ്ങളുടെ തന്നെ ഈ ആറ്റിങ്ങലെടുത്ത് ആലങ്കോട് അവർ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു ജെയിംസ് എന്നോ തോമസ് എന്നോ ഒരാൾ, അയാൾ ആ ഒരു കാമുകിയെ, അതും അവൾക്ക് കുട്ടിയുണ്ട്, അമ്മയും എല്ലാം ഉണ്ട്, ഈ ആലങ്കോട് പള്ളിമുക്കിലാണ്. അവർ പ്ലാൻ ചെയ്തിട്ട് അയാൾ വന്നിട്ട് നേരെ വെട്ടുകത്തിയായിട്ട് വന്നിട്ട് നേരെ വന്ന് ആ കുഞ്ഞിനെ വെട്ടിക്കൊന്നു. ഭർത്താവ് ഭാഗ്യം രക്ഷപ്പെട്ടു, അമ്മ വെട്ടിക്കൊന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ജയിലിലാണ്. ശിഷ്ടകാല ജീവിത സുഖമാണോ? അയാളെന്താ ചെടിയനയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയാണ്. അവൾക്കാണെങ്കിൽ ഈയിടെ എന്തോ ഹൃദ്രോഗം വന്നിട്ട് പരോളിൽ പോകണമെന്ന് പറയുന്നതൊട്ട് കൊടുത്തോന്നറിയില്ല, ഞാൻ പേപ്പറിൽ വായിച്ചതാണ്. അങ്ങനെയല്ല, വേറെ മുമ്പൊരു സ്ത്രീ കാമൂരിലെ പോകാനായിട്ട് പാറയിൽ കൊച്ചിനെ എറിഞ്ഞു കൊന്നുകളഞ്ഞു. അത് നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ ജീവിതം നിമിഷത്തിന് വേണ്ടി, നിമിഷ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ? അവസ്ഥയിൽ അല്പസമയം ഒരു 5 മിനിറ്റ് ഒരു ഏകാന്തയിൽ നിന്നാൽ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കട്ടെ. ഭർത്താവിന് വഞ്ചിച്ച ഭാര്യയെ ഉപദ്രവിക്കുക, ഭാര്യയെ വഞ്ചിച്ച ഭർത്താവിനെ ഉപദ്രവിക്കുക, എന്തിന് പോകുന്ന വഴിക്ക് പോകണമെന്ന് വെക്കണം. പിന്നല്ലാതെ ഇനി വഞ്ചനയുള്ള ആളിനെ വീണ്ടും ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ചേർന്ന് ജീവിച്ച നല്ല ജീവിതം കിട്ടുമോ? ഇപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് അൻപൈവ എന്നുള്ള സിനിമ കാണുമ്പോഴത്തേക്ക് എം ജി ആർ നല്ല ശബ്ദമൊക്കെയാണ് MGR പണ്ട്. പിന്നീടുള്ള ശബ്ദം പോയത് അദ്ദേഹം പോലെ വെടിയേറ്റിട്ട് MR രാധ എന്ന് കൂടെ അഭിനയിച്ചിരുന്ന ഒരു വില്ലൻ ആക്ടർ, നിങ്ങൾക്കറിയാം. MR രാധ ഒരു ഫേമസ് നടനാണ്. ഇവർ സുഹൃത്തുക്കളായിരുന്നു. പാർട്ടി സംബന്ധമായിട്ട് എന്തോ ഒരു പ്രതികാരം തീർക്കാനായിട്ട് MGRനെ വെടിവെച്ചു. അതിനുശേഷം അദ്ദേഹം ഹോസ്പിറ്റലായി, എങ്ങനെ രക്ഷപ്പെട്ടു. പിന്നീടുള്ള സിനിമയിലൊക്കെ പുള്ളിക്കാരൻ ശബ്ദം തന്നെ മാറിപ്പോയി. എങ്കിലും നമുക്ക് മനസ്സിലാവും അങ്ങനെ എന്ത് നേട്ടം കിട്ടി? കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നഷ്ടങ്ങളല്ലേ ഉള്ളൂ. അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ളതാണ്, പണ്ട് നമ്മുടെ പപ്പോട്ടില്ലേ, കുതിരോട്ടം പപ്പു, അദ്ദേഹം പ്രശസ്തിയിൽ നിൽക്കുന്നു. പ്രസവിച്ചാൽ ഇതാ ഒരു തീരുന്ന ഒറ്റ സിനിമ തോന്നുന്നു, ഭയങ്കര പേരെടുത്ത രീതിയിൽ വന്നു. ആ സമയത്ത് കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി പുള്ളിക്കാരന് പ്രണയാഭ്യർത്ഥന. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ കോമഡി അഭിനയിച്ച് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ പെൺകുട്ടിക്ക് പപ്പുവട്ടിനോട് ഭയങ്കര പ്രണയാഭ്യർത്ഥന. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരുപാട് ഒഴിവോട് പറഞ്ഞിട്ട് രക്ഷയില്ല. അതിന് ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കണമെന്നൊരാഗ്രഹം നടക്കില്ല എന്ന രീതി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഇദ്ദേഹം ഒരു ദിവസം ഞങ്ങളുടെ മദ്രാസിൽ ഭയങ്കര കോളിലൊക്കെ ഉണ്ടായ സംഭവമാണ്, അതൊക്കെ പേപ്പറിലൊക്കെ വന്ന സംഭവമാണ് ആ കേസ്. ഇദ്ദേഹം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വലിയ മിററാണ്. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാക്കിലൊരു ഫിഗർ റിവോൾവർ നീട്ടുന്ന കണ്ടു. പെട്ടെന്ന് പുള്ളി തിരിച്ചു. നമ്മുടെ കുതിരട്ട പപ്പിൻ്റെ കാര്യം പറയുന്നത്, ഒരു പില്ലറ്റ് വിട്ട് അതിൻ്റെ കണ്ണാടിയിൽ കൊണ്ട് തെറിച്ചു പോയി. അപ്പോൾ മനസ്സിലായത് ഇദ്ദേഹത്തിനോട് പണ്ട് പ്രണയാഭ്യർത്ഥന നടത്തിയ ആ പെണ്ണാണ് ബാക്ക് ചെയ്തിട്ട് പുള്ളിക്കാരന് നിറവേഴിച്ചത്. നോക്കിക്കൊള്ളണേ, നടന്നോ? ഇല്ല. ഇത് സത്യത്തിൽ അവിടെ നമ്മളെല്ലാ സിനിമാക്കാരെല്ലാം ഒരു ഭയങ്കരമായിട്ട് ഒരു ഭീതി പടർത്തിയ സംഭവമായിരുന്നു. ഈ പെൺകുട്ടിയെ ഞാൻ പിന്നീട് എൻ്റെ ചില ഡബ്ബിങ് പടങ്ങളിൽ ഒരു ഡബ് ചെയ്യാൻ വന്നിരുന്നു. അത് നമ്മുടെ മരിച്ച ആനന്ദവല്ലിയില്ലേ, ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ഫേമസ് ആണ്, ഈ എണ്ണ മരിച്ചുപോയത്. അവരുടെ മകനാണ് ഡയറക്ടർ ദീപൻ. അയാൾ മരിച്ചുപോയി. ഒരു ദിവസം അവരുടെ സഹായത്താൽ ഈ സ്ത്രീ പിന്നെ ജയിൽ ശിക്ഷയെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ല. അങ്ങനെ ആനന്ദവല്ലിയുടെ സഹായത്തോടുകൂടി ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് മാറി. എൻ്റെയും ചില പടങ്ങളിലൊക്കെ അവർ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ആനന്ദവല്ലി മരിക്കുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആനന്ദവല്ലിയുടെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതുവരെ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ പടത്തിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ രഹസ്യമായിട്ട് കൈ മറച്ചു വെച്ചിട്ട് ഇതാണ് ആ ആൾ വെടി എന്നൊക്കെ പറഞ്ഞു. ചെയ്ത് പപ്പേട്ടൻ്റെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അവർ സാധു സ്ത്രീ, അവർ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീയാണ്. അവരുടെ സഹോദരനോ മറ്റോ SI ആയിരുന്നു. ആ സഹോദരൻ SI ആണോ സീനിയർ കോൺസ്റ്റബിളാണെന്നാണ് സംശയം എനിക്ക്.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് റിവോൾവർ കൈക്കലാക്കി രഹസ്യമായിട്ട് കോഴിക്കോട് നിന്ന് മദ്രാസിലെത്തിയിട്ടാണ് പുള്ളിക്കാരത്തി ഈ കൃത്യം നിർവഹിക്കാൻ പ്ലാൻ ചെയ്തത്. നടന്നില്ല, തെറ്റിപ്പോയില്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ വെടി വയ്ക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മരിച്ചു വരെ പോയി. ഇന്നുവരെ അങ്ങനെ സംഭവിച്ചില്ല. എങ്കിലും ഈ പ്രതികാരം ചെയ്ത ഈ ഡോക്ടർക്ക്, ഈ കൊല്ലത്തെ ഡോക്ടർക്ക് ഇനി എന്താണ് നേട്ടം? എന്ത് നേട്ടം എന്തുണ്ടോ? പണ്ടെങ്ങോ ഒരാളെ സ്നേഹിച്ചിരുന്നു, അത് അദ്ദേഹം ഭാര്യയോടൊപ്പം ജീവിക്കുമ്പം, സന്തോഷമായിട്ട് ജീവിക്കുമ്പം അതിൽ നിന്ന് കാണുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെയാണോ എന്നുള്ളത് ചെയ്തത്. ഒരു പക്ഷേ ആ സ്ത്രീ മരണപ്പെട്ടെന്നിരിക്കട്ടെ, ഇവർക്ക് ശിഷ്ടകാലം എവിടെയായിരിക്കും? ജയിലിൽ. അവർക്ക് ആ പ്രതികാരം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവും? ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ, ഈ പ്രളയ ദുരന്തം, പ്രകൃതി ദുരന്തം എല്ലാം ഉണ്ട്, പൊട്ടിത്തെറിക്കലും കാര്യങ്ങൾ പല ഭാഗത്ത് നടക്കുന്നു. എന്തിന്? മനുഷ്യൻ നല്ല രീതിയിൽ മനസ്സോടെ ജീവിച്ചു കഴിഞ്ഞാൽ ശിഷ്ടമുള്ള കാലം മനസ്സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളത് പറയാനാണ് ഞാൻ ഇത്രയും ഈ കഥ തന്നെ ഇപ്പോൾ എടുത്തിട്ട്. കാരണം ഈ സമീപകാലത്ത് പേപ്പറിൽ കണ്ട കട്ടിങ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരോ കട്ടിങ്ങുകൾ കാണിക്കാം. ഇന്നും അതിൻ്റെ ഉണ്ട്, തുടർച്ചയായിട്ട് കാണിക്കുന്നില്ല. എങ്കിലും ഇതെനിക്ക് ഓർമ്മ വന്നത് ഈ വയനാടുള്ള ദുരന്തവും ഈ വെടിക്കേസ്, വെടി എന്ന് പറയുന്ന വെടിയില്ലേ, അത് ചിലർ ചിരിച്ചു കളയുന്നതാണ്. ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരു നിമിഷം ചിന്തിക്കൂ. നമ്മൾ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുമ്പം നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഒരു നിമിഷം ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ സംയമനം പാലിക്കുക. ഇന്നത്തെ ഇത് മാത്രമേ പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മതിമോഹനം മാനസം